95 വയസ്സുണ്ട് കൊട്ടംകുഴി മലവേട്ടുവ കോളനിയിലെ ചിരുതയ്ക്ക്. അസുഖം വന്ന് കിടപ്പിലായിട്ട് 2 വർഷം കഴിഞ്ഞു. തൊണ്ടയിൽ മുഴ രൂപപ്പെട്ടതോടെ വെള്ളം കുടിക്കാൻ പോലും പ്രയാസമാണ്. മാസത്തിലൊരിക്കൽ കോളനിയിലെത്തി ചില മരുന്നുകൾ നൽകുന്നതോടെ ആരോഗ്യ പ്രവർത്തകരുടെ സേവനം അവസാനിക്കും. വേദന സഹിക്കവയ്യാതായാൽ ഒന്നുറക്കെ കരയാൻ പോലും ഈ വൃദ്ധജീവിതത്തിന് ആവില്ല. എപ്പോഴും കൂടെയുള്ള മകൾ വെള്ളച്ചിയും കൊച്ചുമകൾ ഗോപികയുമാണ് ചിരുതയ്ക്ക് ആശ്രയം. അമ്മയുടെ കൂടെ നിൽക്കുന്നതിനാൽ പണിക്ക് പോകാനാവില്ല വെള്ളച്ചിക്ക്. ആകെയുള്ള വരുമാനം പെൻഷൻ മാത്രം. പെൻഷൻ ലഭിച്ചാൽ റേഷൻ അരി വാങ്ങും. കഞ്ഞി വെക്കാൻ മാത്രമാണ് ഈ വീട്ടിൽ അടുപ്പ് പുകയുന്നത്. 5 കിലോ അരി കിട്ടിയിട്ട് അതാണ് ജീവിക്കുന്നത്. അതിലൂടെ 2 തേങ്ങ ഇങ്ങനെ കിട്ടിയിട്ട് അതിന് വിഞ്ഞിട്ട് കൊടുത്തിട്ടാണ് പീടിയിൽ കരക്കില്ല സാധനം കൊണ്ടിരുന്നതിന് ഞാൻ തന്നെ പോയിട്ട്. അത് സ്കൂളിൽ പോകുന്ന കുഞ്ഞിന് ഒരു ദിവസം ലീവ് എടുത്തിട്ടാണ് ഞാൻ പോകുന്നത്. പിന്നെ ഒരു 10 റുപ്യ ഈ ഇഷ്ടം പോലെ തൊഴിലുറപ്പിൻ്റെ പണിക്ക് പോകുന്നുണ്ട് എല്ലാവരും. ഞങ്ങൾക്ക് ആ പണിക്ക് പോകാൻ ഈ അമ്മനെ വീട്ടിൽ പോകാൻ കഴിയുന്നില്ല. അങ്ങനെ പോകാൻ തമ്മിക്കുന്നില്ല. പൂർണ്ണമായും കിടപ്പിലായ രോഗികളെ സംരക്ഷിക്കുന്നവർക്ക് തുച്ഛമാണെങ്കിൽ പോലും ആരോഗ്യകിരണം പദ്ധതിയിൽ വേതനം നൽകുന്നതിന് സർക്കാർ സംവിധാനമുണ്ട്. എന്നാൽ വെള്ളച്ചിക്ക് അതും ലഭിക്കുന്നില്ല. ചിലപ്പോൾ കൊച്ചുമകൾ ഗോപിക സ്കൂളിൽ പോകില്ല. വെള്ളച്ചി മരുന്ന് വാങ്ങാൻ ടൗണിലേക്ക് പോയാൽ ചിരുതയ്ക്ക് കൂട്ടിരിക്കണം ഈ 6ാം ക്ലാസ്സുകാരി. തദ്ദേശ സ്ഥാപനത്തിൽ നിന്നും ആകെ കിട്ടിയ സഹായം അടച്ചുറപ്പുള്ള ഒറ്റമുറി വീടാണ്. വൈദ്യുതി എത്തിനോക്കാത്തതിനാൽ ഇരുണ്ട മുറിയിൽ ദിവസങ്ങൾ തള്ളി നീക്കുകയാണ് ഈ 3 ജീവിതങ്ങൾ. പ്രദീപ് നാരായണൻ, ന്യൂസ് 18, കാസർഗോഡ്.